നിങ്ങൾ ആരെങ്കിലും ഐസ്ക്രീമിന്റെ ചോക്കോബാറിന്റെ ഇതുപോലുള്ള സ്റ്റിക്കുകൾ സൂക്ഷിച്ചു വെക്കാറുണ്ടോ? ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചതല്ല കേട്ടോ. ഏട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു പെട്ടി നിറച്ച് ഇതുപോലെ തന്നു വിട്ടാണ്ടോ. ഒത്തിരി നാളായി ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇന്നിപ്പോൾ ഓരോരോ സാധനങ്ങൾ തപ്പിപ്പോൾ ഈ ഐസ്ക്രീം സ്റ്റിക്ക് കിട്ടിയിട്ടോ. എന്നാ പിന്നെ ഒരു സാധനം ഉണ്ടായിക്കളയാന്ന് വിചാരിച്ചു നമ്മുടെ വീട് ഡെക്കോർ ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ ഒരു സാധനം ഉണ്ടാക്കി എടുക്കാട്ടോ. അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് 3 കുഴലുണ്ട്. ഈ കുഴൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇതുപോലെ ചുരുട്ടിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒരു സ്റ്റോറേജ് ബോക്സ് മേടിച്ചല്ലോ, അത് ഇടിഞ്ഞ് തകർന്ന് വീണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ കുറച്ച് കുഴലുകളാണ്. അത് വെച്ചിട്ട് ഞാൻ ത്രികോണെന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാശിക്കൊണ്ട് അതിനിടയ്ക്ക് എൻ്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ 3 വെച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ത്രികോണം പോലത്തെ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴേക്ക് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഇതുപോലെ പടി പോലെ വെച്ച് കൊടുക്കേണ്ട, ഒരു പാലം പോലെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ വെച്ച് കൊടുക്കണം. 3 സൈഡ് പുറം വശത്താണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണേ. ഏത് കുഞ്ഞു പിള്ളേർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡെക്കോർ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ ഏതാ?